അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സുകാർക്ക് കൊല്ലപ്പരീക്ഷയ്ക്ക് ദുറൂസിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ലഅ്വ് സമയം കൊല്ലൽ, എണ്ണ തേക്കലും മുടി ചീകലും, മനസമാധാനം, ടെൻഷൻ കുറയും, സുന്നത്ത്, അഫ്ളലായ ദിക്റ്. 1. ദിക്റ് കൊണ്ട് ലഭിക്കും ഡാഷ്. ഉത്തരം മനസമാധാനം. 2. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡാഷ്. ഉത്തരം അഫ്ളലായ ദിക്റ്. 3. അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്നത്. ഉത്തരം ലഅ്വ്. 4. മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് ഡാഷ്. ഉത്തരം സമയം കൊല്ലൽ. 5. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ് ഡാഷ്. ഉത്തരം എണ്ണ തേക്കലും മുടി ചീകലും. ചോദ്യം 6. നഖം മുറിക്കൽ വെള്ളിയാഴ്ചയാവലാണ് ഡാഷ്. ഉത്തരം സുന്നത്ത്. 7. നല്ല വസ്ത്രം ധരിച്ചാൽ ഡാഷ്. ഉത്തരം ടെൻഷൻ കുറയും. 2. പൂർത്തിയാക്കാം. 1. അറിവാണ് ഒരാൾക്ക് മഹത്വം ഡാഷ്. ഉത്തരം നൽകുന്നത്. ചോദ്യം 2. അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ ഡാഷ്. ഉത്തരം പ്രീതിയിലാണ്. 3. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഡാഷ്. ഉത്തരം ഏറ്റവും ഉത്തമന്മാർ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ചോദ്യം 4. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ഡാഷ്. ഉത്തരം തൗഹീദ്. ചോദ്യം 5. ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഡാഷ്. ഉത്തരം ഇഹ്സാൻ. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. ആളുകൾ വഞ്ചിതരാവുന്ന 2 കാര്യങ്ങൾ. ഉത്തരം ആരോഗ്യവും ഒഴിവു സമയവുമാണ്. 2. ചിന്താശേഷി കുറയും ആരുടെ. ഉത്തരം സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ. ചോദ്യം 3. 1ാം തരം ലഅ്വ് തന്നെയാണ് ഏത്. ഉത്തരം ഇശാ നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിച്ച് പാതിര വരെ സൊറ പറഞ്ഞിരിക്കലും 1ാം തരം ലഅ്വ് തന്നെയാണ്. ചോദ്യം 4. പരലോകത്ത് നാം ആരോടൊപ്പമായിരിക്കും ഉണ്ടാവുക. ഉത്തരം നാം സ്നേഹിക്കുന്നവരോടൊപ്പം. ചോദ്യം 5. ഗുരുവിൻ്റെ ഗുരുത്വക്കേട് നേടുന്നവർക്ക് എന്ത് സംഭവിക്കും. ഉത്തരം ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. 6. അഹ്ലുൽ ബൈത്ത് ആരാണ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്ത്. 4. എന്ത് ചൊല്ലണം. 1. സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ. ഉത്തരം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ചോദ്യം 2. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്. ഉത്തരം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വർസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവത്ത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. വമൻ നളുഫ ഡാഷ് സാല ഡാഷ് വമൻ തോബ ഡാഷ് സാദ അഖ്ലുഹു. ഉത്തരം വമൻ നളുഫ സൗബഹു സാല ഹമ്മുഹു വമൻ തോബ രീഹുഹു സാദ അഖ്ലുഹു. നമുക്ക് 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ദുറൂസിൻ്റെ മറ്റൊരു പേപ്പർ ചെയ്തു നോക്കാം. 1ാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നന്മ ചെയ്യുക, മനസ്സിൽ ദിക്റ് കൊണ്ട് പുസ്തകം,
തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1. ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം യോജിപ്പിക്കാം. ഉത്തരം നന്മ ചെയ്യുക. 2. അള്ളാഹുവിനെ മാത്രം ആരാധനയായി വിശ്വസിക്കലാണ്. ഉത്തരം തൗഹീദ്. ചോദ്യം 3. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ്. ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോദ്യം 4. കൂട്ടുകാരെ പോലെ തന്നെയാണ്. ഉത്തരം പുസ്തകവും. ചോദ്യം 5. യഥാർത്ഥ ശുദ്ധി ഉണ്ടാവേണ്ടത്. ഉത്തരം മനസ്സിൽ. 6. മനസ്സമാധാനം ലഭിക്കും. ഉത്തരം ദിക്റ് കൊണ്ട്. രണ്ടാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. 1. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ. ഉത്തരം സുബ്ഹും ഇശാഉം. ചോദ്യം 2. മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം. ഉത്തരം മ്ലേച്ഛമായ ചിന്തകൾ, സ്വഭാവങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ എന്നിവയിൽ നിന്ന്. ഈ പാഠം 12 നമുക്ക് ശുദ്ധിയുള്ളവരാവാം എന്ന പാഠത്തിൽ ഇതുണ്ട്. അതിൻ്റെ അടിയിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ പറഞ്ഞ ആയത്ത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു എന്നാണ്. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. ആളുകൾ വഞ്ചിതരാവുന്ന 2 കാര്യങ്ങൾ. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഉത്തരം ആരോഗ്യവും ഒഴിവു സമയവും. 2. ചിന്താശേഷി കുറയും ആരുടെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ. ചോദ്യം 3. മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്. ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി വെക്കുന്നതിന്. ചോദ്യം 4. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഏത്. ഉത്തരം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചോദ്യം 5. ആരാണ് അഹ്ലുൽ ബൈത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്ത്. ചോദ്യം 6. മദ്ഹ് ഗീതം പാടിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാൾ അണിയിച്ചു ആർക്ക്. ഉത്തരം കഅബ് റളിയല്ലാഹു അൻഹുവിന്. ചോദ്യം 7. ഏറ്റവും ഉത്തമർ ആര്. ഉത്തരം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമന്മാർ. 8. ഇബാദത്ത് എന്നാൽ എന്ത്. ഉത്തരം അങ്ങേ അറ്റം താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.